എന്നോട് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു വാഴ്ത്തുവച്ച ജീസസ്. ഹല്ലേലൂയ. അബ്ബാ പിതാവേ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു പിതാവേ. എല്ലാ ഷുഗർ, കൊളസ്ട്രോൾ, BP രോഗ പൈശാചി ബന്ധനങ്ങളും, എല്ലാ ക്യാൻസർ രോഗബാധകളും, എല്ലാ മരുന്നില്ലാത്ത രോഗങ്ങളും, മരുന്ന് കണ്ടുപിടിച്ചിട്ടും ചികിത്സിച്ച് ഭേദമാകാത്ത സകല രോഗ പൈശാചി ബന്ധനങ്ങളും, എല്ലാ മാനസിക രോഗബന്ധനങ്ങളും, എല്ലാ എയ്ഡ്സ് രോഗ പൈശാചി ബന്ധനങ്ങളും, എല്ലാ സ്കിന്നിൻ്റെ രോഗങ്ങളും ഉൾപ്പെടെ സകല രോഗ പൈശാചി ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആമേൻ. കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. രോഗങ്ങളുള്ളവർ ചെക്ക് ചെയ്യുക. നിങ്ങളിൽ നിന്നും ആ രോഗം മാറിപ്പോയതായി കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ഇനി വേറൊരു കാര്യം പറയാം. തമ്പുരാൻ ഒരിക്കലും പോയിട്ട് തിരിച്ചു വാന്ന് പറഞ്ഞ് ആരിൽ നിന്നും ഒരു രോഗവും മാറ്റത്തില്ല. കർത്താവ് എന്നേക്കുമായി രോഗമില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കാൻ മാത്രമേ കർത്താവ് അനുഗ്രഹിക്കുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ ഒരു ഷുഗർ രോഗം നമ്മൾ മറ്റൊരു ദുരാത്മാവിനെ നമ്മുടെ ശരീരത്തിൽ വസിക്കാൻ അനുവദിക്കരുത്. ആമേൻ. ഒരു വ്യക്തിക്ക് ഷുഗർ രോഗം ഉള്ളകാലം മുഴുവൻ അവരിലുള്ളത് എന്താണ് പറയുക, ആ രോഗബാധ അവരിൽ വസിക്കുന്നത് കൊണ്ടാണ്. ആമേ. എന്നാൽ സൗഖ്യദായകനായ ഒരു ദൈവം നമ്മളിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മുടെ രോഗങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ജീവിതകാലം മുഴുവനും ഷുഗറിനും, പ്രഷറിനും, കൊളസ്ട്രോളിനും, മറ്റു രോഗങ്ങൾക്കും, ക്യാൻസറിനും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. കഴിഞ്ഞ 15 വർഷമായി ഹോസ്പിറ്റലിൽ ഞാൻ കയറിയിട്ട് ഗുളിക കഴിക്കത്തില്ല, മരുന്നും കഴിക്കത്തില്ല. എനിക്ക് അങ്ങനെ അസുഖം വരാത്തത് കൊണ്ടാണ് ഞാൻ പോവാത്തതെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തെറ്റാണ്. അസുഖം വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം എനിക്ക് 2 ഷോൾഡറിനും വേദന വന്നിട്ട് ഞാൻ എന്താ സംഭവം എന്നറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് പോകുന്നില്ല. ഈ രോഗവിവരം എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് എടുത്തിട്ട് ഈ 2 ഷോൾഡറിൻ്റെ ജോയിൻറ്റിനും ചെറിയൊരു താഴ്ച വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ നാളത്തേക്ക് കഠിനമായ ജോലി ചെയ്യരുത്, വെയിറ്റ് ചെയ്യരുത് എന്നവർ പറഞ്ഞു. പിന്നെ എന്തോ അവർ അത് മേലോട്ട് കയറി പോകാൻ എന്തോ സംഭവം ചെയ്യണമെന്നെങ്ങാണ്ട് പറഞ്ഞു. ഞാൻ ഒന്നും ചെയ്യാൻ പോയില്ല. കാരണം കർത്താവായ യേശു, സൗഖ്യദായകനായ യേശു എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവിടെ ഉള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ മതി. ആമേൻ. അതുകൊണ്ട് വിശ്വസിക്കുക, സകലവും സാധ്യം. ബൈബിൾ പറയുന്നു, വിശ്വാസത്താൽ അല്ലാതെ ഒന്നും നേടാൻ സാധ്യമല്ല. വിശ്വസിക്കുന്നവന് മാത്രമേ സകലവും ലഭിക്കത്തുള്ളൂ. ആമേൻ. വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് നീതിയായി ദൈവം കണക്കിടും. ആമേൻ. ഈ പാരാലിസിസ് ബാധിച്ച, അതായത് സ്ട്രോക്ക് വന്നിട്ട് പാരലൈസ്ഡായ ഒരു വ്യക്തിയെ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു. കർത്താവ് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ആ രോഗബന്ധനം, ആ പൈശാചിക ബന്ധനം അഴിഞ്ഞു മാറിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ രോഗം ഉണ്ടാവില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക, ആ രോഗം നിങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ഇനി ഒരിക്കലും ആ രോഗം നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല. ആമേൻ. വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ.